പണ്ടൊരു കാട്ടിൽ ഒരു കുസൃതിക്കാരൻ എലി താമസിച്ചിരുന്നു. ഒരു ദിവസം എലി കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എലി ദൂരെ ഒരു മാനിനെ കണ്ടത്. പെട്ടെന്നൊരു സിംഹം മാനിനെ പിടിക്കാൻ പാഞ്ഞെടുത്തു. അത് കണ്ടതും മാൻ ഒറ്റ ഓട്ടം. മാൻ കാട്ടിലേക്ക് ഓടി മറിഞ്ഞു. സിംഹത്തിന് മാനിന്റെ പൊടി പോലും കിട്ടിയില്ല. പിറകിലിരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു നമ്മുടെ എലി. എന്തോരോട്ടമാണ് മാനിന്! ഈ ഓടാനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ ഇപ്പോ അവന്റെ കഥ കഴിഞ്ഞേനെ. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് എലിക്കുട്ട. ശബ്ദം കേട്ട് എലി മുകളിലേക്ക് നോക്കി. അപ്പോഴതാ ഒരു കിളി. അതെന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് നമ്മളാണ്. തളർത്താൻ പലരും ഉണ്ടാവും. തന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന ചോദ്യത്തിൽ നിന്ന് നിനക്കിത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയുക. എനിക്കും മാനിനെ പോലെ ഓടാൻ പറ്റുമോ? പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇത് കേട്ട് എലി ഓടാൻ തുടങ്ങി. കുറച്ചു നേരം ഓടിയപ്പോഴേക്കും എലിക്ക് നല്ല ദാഹം തോന്നി. അമ്മേ, എന്തൊരു വെയിലാ! ദാഹിച്ചിട്ട് വയ്യ. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോഴാണ് അതുവഴി ഒരു ആമ നടന്നു വന്നത്. എന്തു പറ്റിയതാ? എന്താ ഒരു വയ്യാത്ത പോലെ? വല്ലാത്ത ദാഹം. ഇവിടെ എവിടെയെങ്കിലും കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? ഇവിടെ അടുത്തൊന്നും ഒരു പുഴയോ അരുവിയോ ഇല്ലടാ. ആ, പിന്നെ ഇവിടെ അടുത്ത് ആ വേട്ടക്കാരൻ ഉപയോഗിക്കുന്ന കിണറുണ്ട്. വേട്ടക്കാരനെ പേടിച്ച് ആരും അങ്ങോട്ട് പോകാറില്ല. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. ദാഹിച്ചിട്ട് വയ്യ. സൂക്ഷിച്ചു പോണേ. ഇതും പറഞ്ഞ് ആമ നടന്നുപോയി. എലി കിണറിന്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ എലി വേട്ടക്കാരന്റെ കിണറിന് മുന്നിലെത്തി. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എലി ചുറ്റും നോക്കി. ആരുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം എലി കിണറിന്റെ മുകളിലേക്ക് കയറി കിണറിനുള്ളിലേക്ക് നോക്കി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നമ്മുടെ എലി കാൽ വഴുതി കിണറ്റിലേക്ക് വീണു. ഭാഗ്യത്തിന് കിണറ്റിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാറ വെള്ളത്തിന് മുകളിലായി നിൽക്കുന്നുണ്ടായിരുന്നു. എലി ആ പാറയുടെ മുകളിൽ എങ്ങനെയൊക്കെയോ കയറി നിന്നു. എലി പഠിച്ച പണി 18 നോക്കിയിട്ടും കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. ആ കിണറ്റിൽ നിന്നും കയറാനായി പടവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വഴുക്കുള്ളത് കാരണം പിടിച്ചു കയറാനും എലിക്ക് കഴിഞ്ഞില്ല. അയ്യോ, ഇനി ഞാൻ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്ന് കരയിലേക്ക് കയറുക? തിരിച്ച് കരയിൽ കയറാനായി പടവുകളോ പിടിച്ചു കയറാൻ ഒരു ചെടിയോ വള്ളിയോ പോലും ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഏത് വിധേനയും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവൂ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു മാൻ അതുവഴി നടന്നു വന്നത്. മാൻ എന്തോ ശബ്ദം കേട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി. എലി കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ നിൽക്കുകയാണെന്നറിയാത്ത മാൻ എലിയോട് ചോദിച്ചു, കൂട്ടുകാരാ, ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ? മാനിന്റെ ചോദ്യം കേട്ടതും എലിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു ഐഡിയ തോന്നി. അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ ഇന്നുവരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളമാണ് ഈ കിണറ്റിലുള്ളത്. നീ ഇവിടെ ഇറങ്ങി വെള്ളം കുടിച്ചു നോക്കൂ. എലിയുടെ മറുപടി കേട്ട മാൻ മറ്റൊന്നും ആലോചിക്കാതെ കിണറ്റിലേക്ക് ചാടി. മാൻ കിണറ്റിലേക്ക് ഇറങ്ങിയതും എലി ഉടൻ തന്നെ മാനിന്റെ പുറത്ത് ചവിട്ടി കരയിൽ കയറി. എന്നാൽ എലി സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് മാൻ കണ്ടത്. അധികം വൈകുന്നതിന് മുൻപ് തന്നെ എലിയുടെ സന്തോഷത്തിന്റെ കാരണം മാനിന് മനസ്സിലായി. ഞാനൊരു മണ്ടനാണ്. എലി പറഞ്ഞത് വിശ്വസിച്ച് മറ്റൊന്നും നോക്കാതെ ഈ കിണറ്റിലിറങ്ങി. ഇനി എങ്ങനെയാണ് ഞാൻ കരയിൽ കയറുക? നീ എന്തിനാ എന്നെ പറ്റിച്ചത്? ഈ കിണറ്റിൽ നിന്ന് തിരിച്ചു കയറാൻ പടവുകളൊന്നുമില്ലെന്ന് എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഞാനിതെന്തിനാ പറയുന്നത്? നിനക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ? ഞാൻ നിന്നെ ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിശ്വസിച്ചു. ദയവായി എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. നീ ഒരു പരിചയവുമില്ലാത്ത എന്നെ എന്തിനാണ് വിശ്വസിച്ചത്? എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. പേടിക്കണ്ട. ഇനിയെങ്കിലും
ആലോചിക്കാതെ തീരുമാനമെടുക്കരുത്. ഞാൻ ആനക്കുട്ടനെ കൂട്ടി പെട്ടെന്ന് വരാം. ഇതും പറഞ്ഞ എലി അവിടെ നിന്നും ഓടിപ്പോയി. ആനക്കുട്ടാ, ആനക്കുട്ടാ, എന്താടാ? എന്നെ ഒന്ന് സഹായിക്കണം. എലി നടന്ന കാര്യങ്ങൾ ആനയോട് പറഞ്ഞു. എന്നാൽ വേഗം വാ. അങ്ങനെ അവർ രണ്ടുപേരും മാനിനെ രക്ഷിക്കാൻ പോയി. അങ്ങനെ അന്നു മുതൽ അവർ നല്ല സുഹൃത്തുക്കളായി. മുത്തശ്ശി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാരും രാവിലെ തന്നെ? ഇന്ന് സ്കൂളിൽ പോകാനില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ മുത്തശ്ശി? ഓ, മുത്തശ്ശി അത് മറന്നു. സ്കൂളിൽ പോവാനില്ലാത്തത് കൊണ്ടല്ലേ മുത്തശ്ശിയുടെ അടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. മുത്തശ്ശി, ഇന്നൊരു കുറുക്കന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ ഇവിടെ ഇരിക്കേ. പണ്ടൊരു കാട്ടിൽ മടിയനും ചതിയനുമായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ചെറുമൃഗങ്ങളെ പറ്റിച്ച് ഭക്ഷിക്കലാണ് അവന്റെ സ്ഥിരം ഹോബി. ഓ, വിശന്നിട്ട് വയ്യ. മുയലിറച്ചി കഴിച്ച കാലം മറന്നു. ഇന്ന് എന്തായാലും ഒരു മുയലിറച്ചി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇതും പറഞ്ഞ് കുറുക്കൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അവിടെ അടുത്ത് ഒരു മാളത്തിൽ കുറേ അധികം മുയലുകൾ താമസിച്ചിരുന്നു. അവിടേക്കായിരുന്നു നമ്മുടെ കുറുക്കന്റെ യാത്ര. അധികം താമസിയാതെ തന്നെ കുറുക്കൻ അവിടെ എത്തി. അയ്യോ കുറുക്കൻ, ഓടിക്കോ! ഇത് കേട്ട മറ്റു മുയലുകൾ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പാഞ്ഞു. പലരും മാളത്തിൽ കയറി ഒളിച്ചു. കുറുക്കൻ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു മുയലിനെ പോലും കണ്ടില്ല. അപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു, ഹേയ് കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ഒളിക്കുന്നത്? ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതുമല്ല.
അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനിപ്പോ മുയലിറച്ചി കഴിക്കാറില്ല, ഒരു ജീവികളെയും ഉപദ്രവിക്കാറുമില്ല. ഞാൻ സന്യാസത്തിലേക്കുള്ള വഴിയിലാണ്. മൂങ്ങ സന്യാസിയാണ് എന്റെ ഗുരു. ഓ പിന്നെ ഞങ്ങളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ നോക്കണ്ട. ഇതെല്ലാം നിന്റെ സൂത്രമല്ലേ? സത്യത്തിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട മുയലുകളിലെ തലവൻ കുറുക്കന്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളെ സഹായിക്കാനോ? അതെന്തിന്? അന്ന് ഈ കാട് നശിപ്പിച്ച ആ വേട്ടക്കാരനെ ഞാൻ കണ്ടു. അയാൾ വീണ്ടും ഈ കാട്ടിൽ വന്നിട്ടുണ്ട്. കൂടെ ഒരു ഹെൽപ്പറുമുണ്ട്. അവരാദ്യം ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറുക്കൻ പറഞ്ഞത് കേട്ടപ്പോൾ പാവം മുയലുകൾക്ക് സംശയവും പേടിയും തോന്നി. അവർ കൂടി ആലോചിക്കാൻ തുടങ്ങി. ഈ കുറുക്കൻ പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? വേട്ടക്കാരൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണം. പക്ഷേ നമ്മൾ ഇത്രയും പേര് എവിടേക്കാണ് മാറുക? അതും പെട്ടെന്ന്. എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കാം. ഞങ്ങൾ ഇത്രയും പേര് നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അതിനൊക്കെ വഴിയുണ്ട്. എന്റെ കൂട്ടുകാരൻ വിനുവിന്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്. നമുക്ക് അതിൽ പോകാം. ഞാൻ അവനെ വിളിക്കട്ടെ, എന്താ? ഹലോ. യെസ്, ഗുണ്ടവിനു സ്പീക്കിംഗ്. ഇത് ഞാനാടോ. കുറച്ച് മുയലുകളെ കടത്താനുണ്ട്. നിന്റെ വണ്ടി ഒന്ന് വേണം. ശരി അണ്ണാ, ഞാനിതാ എത്തിപ്പോയി. കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച മുയലുകൾ അവനോടൊപ്പം യാത്രയായി. ഒരു മുയലിറച്ചി തിന്നാൻ കൊതിച്ച എനിക്ക് ഒരു ട്രക്ക് നിറയെ മുയലുകൾ. ഓ, അണ്ണനെ സമ്മതിക്കണം. ഇവരെ സുരക്ഷിതമായി എത്തിക്കാം എന്ന് പറഞ്ഞത് നമ്മുടെ വയറ്റിലേക്കാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു? നിങ്ങക്ക് കാഞ്ഞ ബുദ്ധി തന്നെ എന്റെ അണ്ണാ. എന്താ അണ്ണാ ഒരു സംസാരം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഒരു പ്രശ്നവുമില്ല. എല്ലാം ഇതുവരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞതാ. നന്നായി മുറുക്കി പിടിച്ചോ, സ്പീഡ് കുറച്ച് കൂടുതലാ. അണ്ണാ, വല്ലാത്ത ക്ഷീണം. കുറച്ചു നേരമായില്ലേ വണ്ടി ഓടിക്കുന്നു. നമുക്ക് ആ കാണുന്ന വലിയ ഗുഹയിലേക്ക് വണ്ടി ഒതുക്കിയിടാം. ചെറിയ വിശപ്പുമുണ്ട്. ഏത്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യടാ. നമുക്കിനി 1 മാസം അടിച്ചു പൊളിക്കാം. അങ്ങനെ ട്രക്ക് ഗുഹയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട മുയലുകളുടെ തലവൻ ചോദിച്ചു, ചേട്ടാ, ഈ ഗുഹയിലേക്ക് എന്തിനാണ് കയറുന്നത്? ഇത്രയും ദൂരം സഞ്ചരിച്ചില്ലേ, അല്പം വിശ്രമിച്ചിട്ട് പോകാം, എന്താ? അയ്യോ ചേട്ടാ, അതിന് കയറരുതേ. ഹേയ്, ഒന്ന് ചുമ്മാ ഇരിയടേ. വിശ്രമവും ആവാം, ഞങ്ങൾക്കല്പം വിശപ്പും മാറ്റാം. അങ്ങനെ ട്രക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങി. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അണ്ണൻ വിളിച്ചിട്ട് പോയതാണേ, വേറെ ഒന്നും എനിക്കറിയില്ലേ, അല്ലല്ലേ? മുയലുകളെ ഭക്ഷിക്കാൻ കയറിയ ഗുഹ സിംഹത്തിൻ്റെതാണെന്ന് ചതിയനായ കുറുക്കനും ചെന്നായും അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുഴിയിൽ വീഴും. കുറുക്കന് സംഭവിച്ചതും അതാണ്. കാണാനെന്തു രസമാ, കുട്ടിക്കുരങ്ങനെ കാണാനെന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും, കുരങ്ങനെ
ഇക്കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും, കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഹായ്, അടിപൊളി, സൂപ്പർ. നീ ഇതൊക്കെ എപ്പോൾ പഠിച്ചു? അമ്മ പഠിപ്പിച്ചു തന്നതാ. അമ്മ പഠിപ്പിക്കുമ്പോൾ നീ ഇരിക്കാഞ്ഞിട്ടല്ലേ, നിനക്കും പഠിക്കാമായിരുന്നു. അത് പിന്നെ മുത്തശ്ശി, ഇന്ന് ഈ വയലിൽ വെച്ച് ഒരു കഥ പറഞ്ഞു തരുമോ? അത് അടിപൊളിയായിരിക്കും. പറ മുത്തശ്ശി, പ്ലീസ്. പറയാം. പണ്ട് ഒരു കാട്ടിൽ ഒരു കരടി ജീവിച്ചിരുന്നു. പുഴയിൽ നീരാടിയും മീനിനെ പിടിച്ചും അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ സ്വന്തം കാട്ടിൽ വരൾച്ച വന്നു. അങ്ങനെ ആ കാട്ടിലെ വരൾച്ച കാരണം ആഹാരത്തിനുള്ള വകയൊക്കെ കുറഞ്ഞപ്പോൾ അവൻ സ്വന്തം കാട് വിട്ട് മനസ്സില്ലാ മനസ്സോടെ അടുത്ത കാട്ടിലേക്ക് യാത്രയായി. പെട്ടെന്നാണ് കരടിക്കുട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ദൂരെ അതാ ഒരു ചെറിയ കുടിൽ. കരടിക്കുട്ടൻ മറ്റൊന്നും ആലോചിക്കാതെ കുടിൽ ലക്ഷ്യമാക്കി നടന്നു. നമ്മുടെ മൂങ്ങ സന്യാസിയുടെ കുടിലായിരുന്നു അത്. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, ഞാൻ തൊട്ടപ്പുറത്തെ കാട്ടിൽ നിന്ന് വരികയാണ്. എന്താണ്? വന്ന കാര്യം പറയൂ. മഹാഭാഗ്യവാനായിരുന്നു അവൻ. അതുകൊണ്ടാണല്ലോ മൂങ്ങ സന്യാസിയുടെ അടുത്ത് തന്നെ അവൻ ചെന്ന് പെട്ടത്. അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ മൂങ്ങ സന്യാസി തന്നോടൊപ്പം താമസിക്കാൻ അവനെ അനുവദിച്ചു. അമ്മാവാ, അങ്ങേക്കുള്ള ആഹാരം കൂടി ഞാൻ എത്തിച്ചോളാം. കരടിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ മൂങ്ങ സന്യാസിക്ക് ഉണ്ടായ സന്തോഷം കുറച്ചൊന്നുമായിരുന്നില്ല. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വളരെയേറെ അടുത്തു. അസ്ത്രവിദ്യയിലും വയലിൻ വായനയിലും അതിനിപുണനായ നമ്മുടെ മൂങ്ങ സന്യാസി ആ വിദ്യ രണ്ടും കരടിക്കുട്ടനെ പഠിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കരടിക്കുട്ടൻ പറഞ്ഞു, അമ്മാവാ, ഒന്ന് നാട്ടിൽ പോകണമെന്നൊരു മോഹം. എന്റെ ആൾക്കാരൊക്കെ അവിടെയാണല്ലോ. അമ്മാവൻ അനുവദിച്ചാൽ. മോനെ, അങ്ങനെ ഒരാശ തടയാൻ ഈ അമ്മാവന് പറ്റുമോ? പോയി വരൂ. മൂങ്ങ സന്യാസി 2 കൈകളും തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് തന്റെ അമ്പും വില്ലും അവന് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കിവ തുണയായിരിക്കും. മാന്ത്രിക സ്പർശമുള്ളതാണ് രണ്ടും. സുരക്ഷിതമായി മടങ്ങി വരിക. അങ്ങനെ കരടിക്കുട്ടൻ തന്റെ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു. സ്വന്തം കാട്ടിലെത്തിയ കരടിക്കുട്ടൻ ആദ്യം കണ്ടുമുട്ടിയത് ചെന്നായയെ ആയിരുന്നു. അവര് പരസ്പരം വിശേഷങ്ങളൊക്കെ കൈമാറി. ഒടുവിൽ ചെന്നായി പറഞ്ഞു, എന്റെ പൊന്ന സ്നേഹിത, വിശന്നിട്ട് വയ്യ. രാവിലെ മുതൽ ഒരു കാട്ടുമാനിന്റെ പിന്നാലെ കൂടിയതാ. എന്നെ വെട്ടിച്ച് അവൻ ഓടിക്കളഞ്ഞു. ഇവിടെ എവിടെയോ അവനുണ്ട്. തളർന്നടാ, വയ്യ. ഹോ, ഇതാണോ കാര്യം? അതിലെന്തത്ര വിഷമിക്കുന്നു? ദാ ഇത് കണ്ടോ, ഇവനെ ഒന്ന് പ്രയോഗിച്ചാൽ എത്ര ദൂരെയുള്ള മാനും ഡിം അവനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. അമ്പും വില്ലും തയ്യാറാക്കി അവൻ ഒരുങ്ങി നിന്നു. ഏറെ നേരം കഴിഞ്ഞില്ല, ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു, ദാ നോക്ക് അവിടെ. എന്നാൽ മാനിനെ വീഴ്ത്തിയ കരടിക്കുട്ടനോട് ഒരു നന്ദി വാക്ക് പോലും ചെന്നായ പറഞ്ഞില്ല. പകരം അമ്പും വില്ലും തനിക്ക് നൽകണമെന്ന് വാശി പിടിക്കുകയാണ് ചെയ്തത്. പറ്റില്ല,
തരില്ല. ചേട്ടാ, എന്റെ അമ്പും വില്ലും ഇവൻ മോഷ്ടിച്ചു. ഇല്ലല്ല, ഇത് എന്റേതാണ്. കുറുക്കൻ രണ്ടുപേരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടു. ഒടുവിൽ പറഞ്ഞു, ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല. കാട്ടുകോടതിക്ക് മുന്നിൽ നമുക്ക് പ്രശ്നം അവതരിപ്പിക്കാം. കോടതി കൂടുന്നത് വരെ തർക്കത്തിന് കാരണമായ വസ്തു താൻ സൂക്ഷിക്കും. എന്താ? ചെന്നായ ആ അഭിപ്രായം പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു. കരടിക്കുട്ടനും അത് സമ്മതിക്കേണ്ടി വന്നു. എന്നാണ് കോടതി കൂടുന്നതെന്ന് മുഖ്യ വിധികർത്താവായ സിംഹവുമായി കൂടി ആലോചിച്ച് പറയുന്നതാണ്. ഇപ്പോ എല്ലാവർക്കും പിരിഞ്ഞു പോകാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കരടിക്കുട്ടൻ അവിടെ നിന്നും നടന്നു നീങ്ങി. കരടിക്കുട്ടൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം കുറുക്കൻ ചെന്നായയോടായി പറഞ്ഞു, എടോ, വാസ്തവത്തിൽ അമ്പും വില്ലും നിന്റെ തന്നെ ആണോടേ? അതിന് ചെന്നായ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം ഒരു കള്ളച്ചിരി ചിരിച്ചു. നിന്റേതാണെങ്കിലും അല്ലെങ്കിലും അടുത്ത ആഴ്ച കോടതി കൂടും. നിനക്ക് അനുകൂലമായി ഞാൻ നിൽക്കാം. പക്ഷേ ഒരു ദിവസം നിന്റെ കയ്യിലെങ്കിൽ അടുത്ത ദിവസം എന്റെ കയ്യിൽ. എന്താ? അല്പം ആലോചിച്ചിട്ട് ചെന്നായ വ്യവസ്ഥ അംഗീകരിച്ചു. അങ്ങനെ കാട്ടുകോടതി ദിവസം വന്നു. തർക്കങ്ങൾ കാര്യമായി നടന്നു. കരടിക്കുട്ടന് തന്റെ വാദം ഭംഗിയായി അവതരിപ്പിക്കാനായില്ല. കുറുക്കനാകട്ടെ ചെന്നായ്ക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം കരടിക്കുട്ടനെതിരായി. മോഷണം വധശിക്ഷക്ക് അർഹമായ കുറ്റമാണെന്നാണ് കാട്ടുനിയമം. ഒരിളവോടുകൂടി കരടിക്ക് വധശിക്ഷ വിധിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാവാം. അതാണ് അവനുള്ള ആനുകൂല്യം. വയലിൻ, തന്റെ മാന്ത്രിക വയലിൻ, അതെനിക്ക് വായിക്കണം. അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. കരടിക്കുട്ടൻ പതിയെ വയലിൻ വായിക്കാൻ തുടങ്ങി. വയലിൻ വായന മുന്നോട്ട് നീങ്ങവേ സിംഹമടക്കമുള്ള മൃഗങ്ങൾക്ക് മെല്ലെ ഉറക്കം വരാൻ തുടങ്ങി. കുറുക്കൻ പാതി അടഞ്ഞ കണ്ണുകളുമായി നിന്നു. വയലിന്റെ തീവ്രതയേറി എല്ലാവരും ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. കരടിക്കുട്ടൻ വയലിൻ വായന തുടർന്നു. ഉറങ്ങാതിരിക്കാൻ ഒരു മൃഗത്തിനും ആയില്ല. പ്ലീസ് വയലിൻ നിർത്തൂ. ക്ഷീണിച്ച അവശരായി 2-3 മൃഗങ്ങൾ കുഴഞ്ഞു വീണു. ഒടുവിൽ സിംഹം പിന്നെയും പറഞ്ഞു, വയലിൻ നിർത്തൂ പ്ലീസ്. എന്റെ സിംഹാസനം പോലും നിനക്ക് തരാം. ഒടുവിൽ സിംഹം അലറി. വിധി പിൻവലിച്ചിരിക്കുന്നു. അമ്പും വില്ലും കരടിക്ക് തന്നെ. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ചതിയിലൂടെ നേടിയതൊന്നും ശാശ്വതമല്ല.